മന്ത്രിയാകാൻ യോഗ്യതയും കഴിവുമുള്ളയാളാണ് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. പാർട്ടിയുടെ നിയോജകമണ്ഡലം നേതൃത്വ ക്യാമ്പും പൊതുസമ്മേളനവും പത്തനാപുരത്ത് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിള്ള. സമുദായ സംഘടനകളോടും നേതാക്കളോടുമുള്ള യുഡിഎഫ് നിലപാട് പ്രതിഷേധാത്മകമാണ്. ആലപ്പുഴ ഡിസിസിയുടെ നിലപാട് യുഡിഎഫിന് ദോഷം ചെയ്യും. അർഹതപ്പെട്ടവർക്ക് താമസിയാതെ മന്ത്രിസഭയിൽ സ്ഥാനം കിട്ടുമെന്നും പിള്ള പറഞ്ഞു. കെ.പി. യോഹന്നാന് സർക്കാർ ഭൂമി പതിച്ചു നൽകിയ നടപടി അപലപനീയമാണ്. റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നും പിള്ള ചൂണ്ടിക്കാട്ടി. റബ്ബറിന്റെ തീരുവ 30% ഉയർത്താൻ തീരുമാനിച്ചു. 30% ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് 100 രൂപ കിട്ടുന്ന കൃഷിക്കാരന് 130 രൂപ കിട്ടും. ഈ ഉയർത്തുന്ന മൂലം ഗവൺമെന്റ് ലാഭമുണ്ട്. 100 രൂപ കിട്ടുന്നവന് 130 രൂപ കിട്ടും. പക്ഷെ എന്താ ഉണ്ടായത്? തിരുവനന്തപുരത്ത് വിമാനം കയറി ഡൽഹിയിലെത്തിയപ്പോ 30ന്റെ കണക്കും 3ന്റെ കണക്കും പറഞ്ഞ മന്ത്രി മറന്നു. കമൽനാഥ് 240 രൂപ വരെ വില കിട്ടിക്കൊണ്ടിരുന്ന 1 കിലോ റബ്ബർ ഇന്നലെ 170 രൂപയാണ് പത്രത്തിലെ വില. അപ്പൊ 200 മൂട് റബ്ബറും 100 മൂട് റബ്ബറും വെട്ടുന്ന ഇവിടുത്തെ കൃഷിക്കാരന് ഒരു ദിവസം കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം മൂലം നഷ്ടം 100, 120, 200 രൂപയാണ്. വർഷങ്ങളായി പട്ടയം കിട്ടാത്ത പാവങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കണം. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് അവരെ ദ്രോഹിക്കരുത്. ഈ ലക്ഷ്യം വെച്ചാണ് പാർട്ടി 47 വർഷത്തിനു ശേഷം വനംവകുപ്പ് ഏറ്റെടുത്തത്. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ ലക്ഷ്യം സാധിക്കാതെ പോയ ഭാഗ്യദോഷികളാണ് തങ്ങളെന്നും പിള്ള പറഞ്ഞു. 40-50 വർഷമായി കൈയേറി കിടക്കുന്നവരുടെ തലമുറയ്ക്ക് പോലും പട്ടയം കിട്ടാത്ത വ്യവസ്ഥ ഒഴിവാക്കണം. പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ദ്രോഹിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. കേരള കോൺഗ്രസ് വനംവകുപ്പ് ഏറ്റെടുത്തത് തന്നെ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തുകയാണ് അധികാരത്തിന്റെ ലക്ഷ്യം. നമ്മൾ 949 കൊല്ലമായി കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് 50 കൊല്ലമാകാൻ പോവാ. 49 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്കിടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ നടത്താൻ കഴിയാതെ പോയ ഭാഗ്യദോഷികളാണ് നമ്മൾ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അധികാരം കിട്ടിയപ്പോ നിയോജകമണ്ഡലം പ്രസിഡന്റ് എം.പി. ഗോപിനാഥ് പിള്ള അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ജി. ഗോപാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.